ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് ഒരു കയറ്റത്തിലേക്കാണ് പോകുന്നത്. കയറ്റവും വളവുമാണ്. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നതെന്ന്. ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് പതിയെ പോവുകയാണ്. നോക്കുക, നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഒന്ന് സ്പീഡാക്കി ഞാനിതാ സെക്കൻഡ് ഗിയർ ആക്കുന്നു. സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വലിയ കയറ്റമില്ല. ഇനിയിപ്പോൾ ഗ്രാജുവലി ഇങ്ങനെ കയറ്റം കൂടിക്കൂടി വരികയാണ്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ, കയറ്റം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ഞാനത് കറക്റ്റായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആക്സിലറേറ്റർ ഒട്ടും കുറക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, വീണ്ടും ഒരു നോക്കിങ് വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഗിയർ ആക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ആക്സിലറേറ്റർ നിങ്ങൾ കൊടുത്തിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്, ഫസ്റ്റ് ഗിയർ ആക്കുന്നില്ല. നോക്കുക നിങ്ങൾ, എന്താ കൃത്യമായിട്ട് ഞാനിതാ സ്റ്റിയറിംഗ് തിരിക്കുന്നു. നോക്കിയേ, കണ്ടില്ലേ, എന്താ അപ്പോൾ കറക്റ്റ് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് എനിക്കിതാ ഈ സെക്കൻഡ് ഗിയറിൽ തന്നെ എടുക്കാൻ വേണ്ടി പറ്റി. ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഒരുപാട് ഫ്യൂവൽ നഷ്ടമായിരിക്കും. ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ആ കയറ്റം ഇതിങ്ങനെ കയറി വന്നു. കണ്ടില്ലേ നിങ്ങൾ, നോക്കിയേ ഇത്ര സ്മൂത്തായിട്ട് നമ്മൾ കയറി വന്നു എന്ന്. എന്താ ഇനി ഇവിടുന്ന് ഗിയർ ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്, പെട്ടെന്ന് തേർഡ് ഗിയർ ആക്കാൻ നിൽക്കരുത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കിംഗ് സൗണ്ട് വരും, വണ്ടി ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കയറ്റം കയറുന്നവരെ അതേപോലെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഇതാ ആക്സിലേറ്റർ കുറച്ച് കൂട്ടി കൊടുക്കാം, ആവശ്യമെങ്കിൽ കൂട്ടി കൊടുക്കാം. എൻജിൻ സൗണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആക്സിലേറ്റർ അതിന് കണക്കായിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതാ ഇപ്പോൾ ആ ഒരു കയറ്റം കയറി കഴിഞ്ഞു. ഒരു ലെവൽ റോഡ് എത്തി. ഞാൻ എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയർ ആക്കുന്നു. തേർഡ് ഗിയറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, 1 മിനിറ്റിൽ താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ കാർ ആക്സസറീസിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പെഷ്യലായി ബൈ സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. നമ്മുടെ ട്രാവൽ വ്ളോഗ്സും അതേപോലെ തന്നെ ഷോർട്ട് ഫിലിംസൊക്കെ കാണാൻ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്ന ചാനൽ നിങ്ങൾ കാണുക, യൂട്യൂബ് ചാനൽ കാണുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് നോക്കുക. കറക്റ്റായിട്ട് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്നതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് നോക്കേണ്ടത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. കണ്ടില്ല, ഇനി ചെറിയൊരു ഇറക്കാണ് വരുന്നത്. ഞാൻ ഗിയർ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നില്ല, തേർഡ് ഗിയറിൽ തന്നെയാണുള്ളത്. ഇറക്കവും വളവും ഒക്കെ ഉണ്ട്. പതിയെ ഇതിങ്ങനെ തിരിഞ്ഞു വന്നു. ഇവിടുന്ന് കുറച്ചൊന്ന് റൈറ്റ് ടേൺ ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ ഒന്ന് ഞാൻ ബ്രേക്ക് ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് ബ്രേക്ക് ചവിട്ടുന്നുള്ളൂ, ഒരുപാട് ചവിട്ടുന്നില്ല, കാരണം തേർഡ് ഗിയറാണ്. അത് നമുക്ക് ഓർമ്മ വേണം. ഈ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഓർമ്മ വേണം, നല്ലോണം ചവിട്ടി സ്ലോ ആക്കരുത്. അങ്ങനെ സ്ലോ ആക്കി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും, കാരണം തേർഡ് ഗിയറിലാണ് വണ്ടി ഉള്ളത്. സ്റ്റിയറിംഗ് തിരിക്കുന്ന നോക്കി നിങ്ങൾ ഇതുപോലെ ആയിരിക്കണം ടേൺ ചെയ്യേണ്ടത്. വളരെ ഈസിയാണ് കാര്യം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഞാൻ ഇവിടുന്ന് ഇതാ ഫോർത്ത് ഗിയർ ആക്കി. നല്ല സ്മൂത്താണ്. തേർഡ് ഗിയറിൽ പോകേണ്ട കാര്യമില്ല, ഫോർത്ത് ഗിയറിൽ പോവാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ലോ ആക്കരുത് വണ്ടി. ഓക്കെ, നിങ്ങൾ സ്മൂത്തായിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ഇത് കുറച്ച് വലിയ വളവാണ്. ഞാൻ ഇത് ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ആക്കി പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചു. ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് പോവുകയാണ്. അത് കുറച്ച് വലിയ വളവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് അവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകും. അപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണുള്ളത്, നിങ്ങൾ നോക്കുക. ഞാൻ പതിയെ ഇങ്ങനെ വന്നു. ഇവിടെ നിന്ന് എനിക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. പതിയെ വന്നു. അവിടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, അങ്ങോട്ടേക്ക് കയറി പോകരുത്. പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതാണ്, അങ്ങോട്ടേക്ക് കയറി പോകും റോഡിലേക്ക്. ഇവിടെ കൃത്യമായിട്ട് ബ്രേക്കും ക്ലച്ചും ചവിട്ടി വണ്ടി നിർത്തി. ഇനി എന്ത് ചെയ്യണം, നിർത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആക്കണം. രണ്ട് സൈഡിലും നോക്കാം, വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഇതാ അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്ലോ ആക്കിയത്. ഇപ്പോൾ ഇതാ വണ്ടിയില്ല. ഒരു റൗണ്ട് ഇവിടുന്ന് സ്റ്റിയറിംഗ് തിരിച്ചു. പതിയെ മുന്നോട്ടേക്ക് എടുക്കുകയാണ്. കണ്ടില്ല, മുന്നോട്ടേക്ക് എടുത്തു. സ്റ്റിയറിംഗ് ഇതാ സ്റ്റഡിയാക്കി. നോക്കി നിങ്ങൾ, ഇപ്പോൾ ഇതാ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി. ഇനി എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയർ ആക്കണം. സെക്കൻഡ് ഗിയർ ആക്കി. കുറച്ച് സ്പീഡായി വണ്ടി, അതുകൊണ്ടാണ് സെക്കൻഡ് ഗിയർ ആക്കിയത്. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ആക്സിലറേറ്റർ കൊടുക്കുന്നു. കുറച്ചൊന്ന് സ്പീഡായി ഇപ്പം തേർഡ് ഗിയർ ആക്കി. ഇനി നമുക്ക് തേർഡ് ഗിയറിൽ കൂളായിട്ട് ഇതുവഴി പോകാൻ വേണ്ടി പറ്റും. നോക്കി നിങ്ങൾ, കണ്ടില്ലേ, തേർഡ് ഗിയറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഇതാ ഞാൻ സ്പീഡ് കൂട്ടി ഫോർത്ത് ഗിയർ ആക്കി. ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. ക്ലച്ചിലൊന്നും കാല് വെച്ചിട്ടില്ല. വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ക്ലച്ചിൽ കാല് വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫോർത്ത് ഗിയറിൽ പതിയെ പോകുന്നു. നിങ്ങൾ ഇതേപോലെ നമുക്ക് പതിയെ പോകാം. ഇവിടെ കുറച്ച് റഫ് റോഡാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ബ്രേക്ക് കുറച്ച് അപ്ലൈ ചെയ്തു, ക്ലച്ച് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു, ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ആക്കി.
ഫോർത്ത് നിന്ന് നമ്മൾ സെക്കൻഡിലേക്കാണ് ഡയറക്റ്റ് മാറ്റിയത്. ഇങ്ങനെ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം, സ്പീഡ് മനസ്സിലാക്കിക്കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചു, കണ്ടില്ലേ, സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ സെക്കൻഡ് ഗിയറിൻ്റെ ആവശ്യമില്ല, നമുക്ക് തേർഡ് ഗിയറിലേക്ക് മാറ്റാം. ക്ലച്ച് ഔട്ട് എന്താ തേർഡ് ഗിയറാക്കി. തേർഡ് ഗിയറിൽ നമുക്ക് ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോകാവുന്നതേ ഉള്ളൂ, കണ്ടില്ലേ. തേർഡിൽ പോവാം. ഞാൻ ഫോർത്ത് ആക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വളവുകളുണ്ട് ഇവിടെ. അപ്പോൾ ആ വളവുകൾ എത്തുന്ന സമയത്ത് നമ്മൾ നല്ലോണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, വണ്ടി ഓഫായി പോകും. അതുകൊണ്ടാണ് ഞാൻ തേർഡ് ഗിയറിൽ തന്നെ പോകുന്നത്. നിങ്ങൾ നോക്കുക, തേർഡിൽ തന്നെ പോകുന്നു. പതിയെ ഈ ഒരു വളവ് തിരിയുന്നു, കണ്ടില്ല. ഇങ്ങനെ പതിയെ തിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ തേർഡ് ഗിയറിൽ തന്നെ വന്നത്. ഫോർത്ത് ആക്കാതെ വന്നതിന് കാരണം അതാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. തേർഡ് ഗിയറിൽ തന്നെയാണ് ഉള്ളത്, മാറ്റുന്നില്ല. ഇത് ഇവിടെ ഒരു വളവുണ്ട്, ഈ വളവ് ഇങ്ങനെ പതിയെ തിരിയുന്നു, പതിയെ തിരിഞ്ഞു വന്നു. ഇവിടെ വളവുണ്ട്, പതിയെ തിരിഞ്ഞു. ഈ ഒരു വളവും കൂടെ തിരിയുന്നു. ഇനിയിപ്പോൾ വീണ്ടും മറ്റൊരു വളവാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഇവിടുന്ന് ഇങ്ങനെ പതിയെ തിരിയുന്നു, നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ തിരിഞ്ഞു വന്നു. വീണ്ടും ഒരു വളവാണ്. സ്റ്റിയറിംഗ് ഇത്ര തിരിയണം, ശരിക്കും നമ്മൾ തിരിച്ചിരിക്കണം അത്ര. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടാം. വളവുകളൊക്കെ കഴിഞ്ഞു. നമുക്ക് കൃത്യമായിട്ട് പിന്നെ പ്ലാൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ റോഡുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് മുൻപരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ഗിയറൊക്കെ നോക്കി മാറ്റാം. ഇങ്ങനെ മുന്നിലൊരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് ടയർ കാണുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കണ്ടില്ലേ, ബാക്ക് ടയർ കാണാൻ കുറേ അടുപ്പിച്ച് കഴിഞ്ഞാൽ കാണൂല. നിങ്ങൾ നോക്കുക, ഇത്ര അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ടയർ കാണൂല, കണ്ടില്ലേ. അത്ര അടുപ്പിക്കരുത്, കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് തന്നെ എപ്പോഴും പോകാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റണം, റിവേഴ്സ് എടുക്കാതെ. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ. തേർഡ് ഗിയറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒന്ന് സ്പീഡ് കൂട്ടി ഞാൻ ഇതാ ഫോർത്ത് ഗിയറാക്കി. ഫോർത്ത് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ ഫോർത്ത് ഗിയറിൽ പോവാം. ഇനിയിപ്പോൾ ഒരു ചെറിയ വളവാണ്, നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സ്പീഡിൽ തന്നെ നമുക്ക് തിരിയാൻ വേണ്ടി പറ്റും. ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വളരെ ഈസിയാണ്. പക്ഷേ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. വീഡിയോ കാണുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. എന്തായാലും പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്